ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. സാധാരണ കുട്ടി വ്ളോഗ് എന്നാ പറയണേ, ഈ പ്രാവശ്യം ഒന്ന് മാറ്റിപ്പിടിക്കാന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്താണെന്ന് വെച്ചാൽ, നാളെ ഞങ്ങളുടെ ഓഫീസിൽ സെലിബ്രേഷനാണ്. അപ്പോൾ എനിക്ക് ഈ പറഞ്ഞ പോലെ ഫേഷ്യൽ ചെയ്യാനോ ക്ലീനപ്പ് ചെയ്യാനോ ഇതിനൊന്നിനും സമയം കിട്ടാറില്ല. അതായത് ഹസ്ബൻഡ് ഓഫീസിൽ നിന്ന് വരുമ്പോൾ ലേറ്റ് ആവും. അപ്പോൾ എനിക്ക് ഓഫീസ് കഴിഞ്ഞിട്ട് പോയി ചെയ്യാനും പറ്റില്ല. എനിക്ക് എൻ്റെ മോളെ ഡേ കെയറിന് പിക്ക് ചെയ്യണം. അങ്ങനെ കുറേ ഇഷ്യൂസ് ഉള്ളതുകൊണ്ട്, ടൈം ലിമിറ്റ്സ് ഉള്ളതുകൊണ്ട് എനിക്ക് ഇതൊന്നും ചെയ്യാൻ സമയമില്ല. എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു മുടി ഒന്ന് ട്രിം ചെയ്യണമെന്നുണ്ടായിരുന്നു, അതുപോലും ചെയ്യാൻ എനിക്ക് സമയം കിട്ടില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഒന്നും ചെയ്യാണ്ട് അങ്ങ് ഓണം സെലിബ്രേഷൻ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഓണം സെലിബ്രേഷന് പോണേക്കാളും മുന്നേ ഞാൻ വീട്ടിലിരുന്ന് കുഞ്ഞി എന്തെങ്കിലുമൊക്കെ ഒന്ന് പാക്കൊക്കെ ഇട്ട് മുഖം ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യുക. വലിയ കാര്യമായിട്ടൊന്നും ചെയ്യാനൊന്നുമില്ല, പക്ഷെ എന്നാലും എന്താ ഇവിടെയൊക്കെ ഉണ്ട്. ഒരു സെലിബ്രേഷൻ വന്നപ്പോഴത്തേക്ക് മുഖത്തൊക്കെ കുരു, എന്തൊക്കെ എനിക്ക് ഒരിക്കലും കുരു വരാത്ത ഫേസ്, അതൊക്കെ എന്താണെന്നറിയില്ല, ഇങ്ങനെയൊക്കെ ഒരു കുരു എന്നെന്ന് എനിക്കറിയില്ല. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വ്ളോഗിൽ ഞാൻ ഓരോ കുഞ്ഞു സ്കിൻ കെയർ, വേറെ പ്രത്യേകിച്ച് വലിയ കാര്യമുള്ള വലിയ എക്സ്പെൻസീവ് സാധനങ്ങളൊന്നും ഇട്ടിട്ടുള്ള സ്കിൻ കെയർ അല്ല, കയ്യിലുള്ള ചില്ലറ സാധനങ്ങളൊക്കെ വെച്ചിട്ട് തന്നെയാണ് ചെയ്യാൻ പോണത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എൻ്റെ ഓരോരോ ഫേസ് ക്ലീൻ ചെയ്യാനുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ ഞാനിപ്പോൾ ഓഫീസിൽ നിന്ന് വന്ന് മുടിയെല്ലാം ഒന്ന് പൊക്കി കെട്ടി മുഖത്തുള്ള ഈ അഴുക്കും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാം. അപ്പോൾ അതിന് നമ്മുടെ ആസ് യൂഷ്വൽ ഗാർണിയറിൻ്റെ ക്ലെൻസിങ് വാട്ടറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതേ കോട്ടണിൽ കുറച്ചെടുത്ത് ഇപ്പം കാണാട്ടെ എൻ്റെ ഫേസിലുള്ള അഴുക്ക് എന്തോരം ഉണ്ടെന്ന്. ദൈവത്തിൻ്റെ ഇതുവരെ ജീവിതത്തിൽ ഇത്രയും വലിയൊരു കുരു എൻ്റെ ലൈഫിൽ വന്നിട്ടേ ഇല്ല. ഒരു കാര്യത്തിനും, നമുക്ക് പീരിയഡ്സ് ആയാലും അങ്ങനെ ഒന്നും ഒരു കുരു വരുന്ന ഒരു ഫേസേ അല്ല എൻ്റേത്. കണ്ടേ ഇവിടെയൊക്കെ കുരു വന്നിട്ടുണ്ടാന്നറിയില്ല. എന്തൊരു കഷ്ടമാണെന്നൊക്കെ. എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷൻ വരുമ്പോഴൊക്കെ ആൾക്കാരൊക്കെ പറയണേക്കെ അപ്പോഴൊക്കെ ഇങ്ങനെ കുരു വരുന്നു. അപ്പോഴൊന്നും എനിക്കൊന്നും അങ്ങനെ വന്നിട്ടേ ഇല്ല. ലൈഫിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ വരുന്നത്. എൻ്റെ ഓഫീസിൽ നിന്ന് വന്ന് കഴിഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും, ലൈക്ക് എൻ്റെ മുഖത്ത് അഴുക്കുകളൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞു. ഇനി എന്താ ചെയ്യാന്ന് വെച്ചാൽ, ഡയറക്റ്റ്ലി ഫേസ് വാഷ് വെച്ച് ഫേസൊക്കെ കഴുകിയിട്ട് ഒന്ന് സ്റ്റീം എടുക്കണം, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. അപ്പം ഇനി നമുക്ക് സ്റ്റീം എടുക്കണത് കാണിച്ചു തരാം കേട്ടോ. ഫേസ് ഒന്ന് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തിട്ട് ഞാൻ ഈ ഫേസിക്കിൾ എന്ന് പറഞ്ഞിട്ടൊരു ഫേസ് വാഷാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ഇതെനിക്ക് എൻ്റെ ഒരു സ്കിൻ ഡോക്ടർ സജസ്റ്റ് ചെയ്തൊരു ഫേസ് വാഷാണ് കേട്ടോ. ഞാൻ ഒത്തിരി എക്സ്പെൻസീവ് ബ്രാൻഡിൻ്റെയും യൂസ് ചെയ്തിട്ടുണ്ട്, അല്ലാത്ത ബ്രാൻഡിൻ്റെയും യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇത് ഇട്ട് കഴിയുമ്പോൾ തന്നെ ഫേസിലൊരു നമുക്കൊരു നാച്ചുറൽ ഒരു ഗ്ലോ പോലെ എനിക്ക് കിട്ടാറുണ്ട്. അപ്പോൾ അതെ ഫേസ് വാഷ് കിട്ടും. മുഖം ഒന്ന് നല്ലോണം കഴുകുകയാണെങ്കിൽ കണ്ണിൻ്റെ ഇവിടെയൊക്കെ വെച്ചിട്ടൊക്കെ നല്ല രീതിയിലുള്ള. അപ്പോൾ നമ്മൾ ഫേസൊക്കെ അടിപൊളിയായിട്ട് കഴുകിയിട്ടുണ്ട്. ഇനി ഞാൻ ഓഫീസിൽ നിന്ന് വന്ന ഡ്രസ്സ് ഇട്ടേക്കുവാണ്. അപ്പോൾ ഞാൻ വീട്ടിൽ കൊടുക്കുന്ന ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഇനി ബാക്കിയെല്ലാം പരിപാടികളൊക്കെ ചെയ്യാം. അപ്പോൾ ഇനി അതൊക്കെ ചെയ്തിട്ട് ഇനി നമുക്ക് വരാം കേട്ടോ. അപ്പോൾ ഫേസ് ക്ലീനൊക്കെ ചെയ്തു. ഇനി നമ്മൾ സ്റ്റീം എടുക്കാൻ പോകുന്നതാണ്. കുറച്ച് വൈറ്റ് ഹെഡ്സ് ഒക്കെ ഉണ്ട്, ബ്ലാക്ക് ഹെഡ്സ് ഇല്ല, വൈറ്റ് ഹെഡ്സ് മാത്രമേ ഉള്ളൂ. അത് ഇത് വെച്ചും പിന്നെ മറ്റേ നമ്മുടെ ഒരു സക്ക് ചെയ്തെടുക്കുന്ന ഒരു വാക്യൂമിൻ്റെ ഒരു സംഭവമുണ്ട്, അത് വെച്ചിട്ടാണ് ഇനി അടുത്ത് ചെയ്യാൻ പോണത്. അപ്പോൾ എൻ്റെ ഫേസ് ഞാൻ നല്ല രീതിയിലൊന്ന് സ്റ്റീമൊക്കെ എടുത്തിട്ട്, എന്നിട്ട് സ്റ്റീം എടുത്തിട്ട് നമ്മൾ സ്റ്റീലിൻ്റെ ഒരു ഇതില്ലേ, ഈ വൈറ്റ് ഹെഡ്സ് എടുക്കുന്ന ഒരു സ്റ്റീലിൻ്റെ ഒരു കോല് പോലത്തെ സാധനം, അത് വെച്ച് നല്ലോണം ഒന്ന് ആദ്യം ഒന്ന് എടുത്ത് കഴിഞ്ഞിട്ട്, പിന്നെ എൻ്റെ കയ്യിലുള്ള ഈ ഒരു വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും എടുക്കുന്ന ഒരു മെഷീൻ വെച്ചിട്ട് ഞാനിങ്ങനെ പയ്യെ അതൊക്കെ ഒന്ന് എടുത്ത്, പിന്നെ കയ്യിലുള്ളൊരു സാധാ ഒരു സ്ക്രബ്ബ് അത് ജസ്റ്റ് ഒന്ന് ഇച്ചിരി ഒന്ന് ഫേസിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് ജെൻ്റ്ലി ഒന്ന് മസാജൊക്കെ ചെയ്ത് കൊടുത്തിട്ടോ. ജെൻ്റ്ലി മസാജൊക്കെ ചെയ്ത് കൊടുത്തിട്ട് എൻ്റെ കയ്യിലൊരു ഫേസ് പാക്ക് ഉണ്ടായിരുന്നു. ആ ഫേസ് പാക്ക് ഞാൻ എൻ്റെ ഫേസിലും നെക്കിലും ഇട്ടു. അപ്പോൾ എൻ്റെ എബയൂത്തിൻ്റെ ഒരു കുഞ്ഞൊരു കുക്കുംബ ഫേസ് പാക്കിൻ്റെ ഒരു സാഷ ഉണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ ആ ഒരു ഫേസ് പാക്കാണ് ഫേസിൽ അപ്ലൈ ചെയ്തേക്കുന്നത്. അപ്പോൾ ഒരു 10 to 15 minutes ആണ് വെക്കേണ്ടത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വാഷ് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ
10 മിനിറ്റ്സ് ആയി വെച്ചിട്ട് ഫേസ് ഓൾമോസ്റ്റ് ഒരു 90% ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫേസ് വാഷ് ചെയ്യാം. അപ്പോൾ ഞാൻ ഫേസൊക്കെ വാഷ് ചെയ്തിട്ടുണ്ട്. ഒന്ന് തുറക്കട്ടെ. നിങ്ങളിത് കാണുമ്പോഴേക്കും ഞാനിതിട്ട് കഴിഞ്ഞാൽ ഭയങ്കര സുന്ദരിയായിട്ട് വെളുത്ത് വരുന്നു. ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. ജസ്റ്റ് ഫേസ് ഒന്ന് ക്ലീൻ ചെയ്യാന്നാണ് എൻ്റെ മെയിൻ ലക്ഷ്യം. വേറെ ഒന്നും ഞാൻ ചെയ്യാനായിരുന്നില്ല. ലൈക്ക് വെളുക്കോ അതൊന്നുമല്ല ഞാൻ ഉദ്ദേശിച്ചത്. ജസ്റ്റ് ഫേസ് ഒന്ന് ക്ലീൻ ആവും, അത്രേ ഉള്ളൂ. അപ്പോൾ എൻ്റെ ഫേസ് എല്ലാം വാഷ് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്ത സ്റ്റെപ്പ് നമ്മളുടെ ഒരു ടോണർ വെച്ചിട്ട് സ്കിന്നിൻ്റെ പോസൊക്കെ ഒന്ന് ക്ലോസ് ചെയ്യാം. അപ്പം ഞാൻ ഇവിടെ ഹൈഫൻ്റെ ടോണറാണ് യൂസ് ചെയ്യുന്നത്. ഇത് അത്യാവശ്യം നല്ല ടോണറാണ് കേട്ടോ. അതായത് നമ്മൾ ഈ ഒരു ടോണർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു മോയ്സ്ചറൈസർ ഇടേണ്ട ആവശ്യമില്ല. അങ്ങനത്തെ ഒരു എഫക്റ്റാണ് നമ്മുടെ സ്കിന്നിന് വരുന്നത്. അപ്പം ടോണർ ഞാൻ അപ്ലൈ ചെയ്യുവാണ്. ഫേസിലും കഴുത്തിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഐ ഹോപ്പ് എൻ്റെ ഫേസ് നല്ലോണം ക്ലീൻ ആയിട്ടുണ്ടെന്ന് എനിക്ക് തൊടുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എൻ്റെ ഫേസ് നല്ല ക്ലീൻ ആയിട്ടുണ്ട്. കണ്ട ആ ടോണർ ഇട്ടപ്പോൾ ഉണ്ട് മുഖത്തൊരു ഒരു മോയ്സ്ചറൈസിങ് എഫക്റ്റ് പോലെ വന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ ഓണത്തിനുള്ള പ്രപ്പ് വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ടിൽ ദെൻ ടാറ്റാ ബൈ.